ഒരുപാട് നാളായിട്ട് നമ്മൾ വേറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു PRPയുടെയും മുടിയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് രണ്ടാമത്തെ PRPക്ക് ശേഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം കുറച്ച് ദിവസമായിപ്പോൾ രണ്ടാമത്തെ PRP കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇതുവരെ ഒന്നും ആയില്ലെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി കൂടെയാണ് ഈ ഒരു വീഡിയോ. ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നത് നമുക്ക് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റായിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സും മിനോക്സിഡിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ മുടിയുടെ ഒരു ഗ്രോത്തിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് നിൽക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അത് യൂസ് ചെയ്താൽ മാത്രമേ, അതായത് ഇപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് മിനോക്സിഡിലൊക്കെ ലൈഫ് ലോങ് യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നിലനിൽക്കുകയുള്ളൂ. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ മുടിയെ പിടിച്ചു നിർത്താനുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഒന്നാമത്തതാണ് PRP. പിന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്, അത് എക്സാക്ട്ലി PRP പോലെ തന്നെയുള്ള GFC. പിന്നെ ഇതിൻ്റെ ഒരു ടെർഷറി സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഇൻ കേസ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും PRPയോ GFCയോ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കൊരു നമ്മുടെ തലയുടെ ഷേപ്പ്, അതായത് മുടിയുടെ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മുടിയെ കീപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ, അതായത് സെക്കൻഡ് PRP കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് മിനോക്സിഡിൽ നമ്മൾ യൂസ് ചെയ്യാൻ നിർത്തി. രണ്ടാമതായിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് PRPയുടെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള റിസൾട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തതോ മൂന്നാമത്തതോ കഴിഞ്ഞിട്ടാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ രണ്ടാമത്തെ PRP ട്രീറ്റ്മെൻറ്റിന് ശേഷം പുതിയതായിട്ട് മുടികളൊന്നും കാണുന്നില്ല. അതായത് എനിക്ക് ഹെയർ ഫോൾ ഉള്ളത്, അതായത് ലോസ് ഉണ്ടായിരുന്നത് എക്സാക്ട്ലി എൻ്റെ അച്ഛൻ്റെ തലയിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് എൻ്റെ മുടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എനിക്ക് ഓൾറെഡി മുടി നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് മുടിയൊന്നും ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ ലെൻസ് വെച്ചിട്ടൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നടത്തി നോക്കി, പക്ഷേ രക്ഷയൊന്നുമില്ല. പുതിയ മുടികളൊന്നും വരുന്നതായിട്ട് നോട്ടീസ് ചെയ്തില്ല. ഇവിടെയും പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തലയുടെ ഈ ഭാഗത്തും. അപ്പോൾ ഇത്തരം സ്ഥലത്തിൽ മുടിയൊന്നും വരുന്നതായിട്ട് ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. പുതിയ മുടികൾ വരുന്നതായിട്ട് നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഉള്ള മുടികൾക്ക്, നിലനിൽക്കുന്ന മുടികൾക്ക് കുറച്ചൊരു സ്ട്രെങ്ത് വെച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ട് സെൽഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, ഉള്ള മുടികളുടെ ഗ്രോത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് ഫാസ്റ്റ് ആകുന്നുണ്ടോ എന്നും കൂടെ എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ബാക്കിലാണെങ്കിലും കുറച്ച് തിക്നെസ്, അതായത് നമുക്ക് പിടിച്ച് നോക്കുമ്പോഴത്തേക്കുള്ള ഒരു തിക്നെസ്സിനും മുടിയുടെ സ്ട്രെങ്തിനും ഒരു കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് സംശയമുള്ള പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ PRP ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ ബ്ലഡിൽ, അതായത് നമ്മുടെ കയ്യിൽ നിന്നോ എവിടെയെങ്കിലും നിന്നും ബ്ലഡ് അവർ ശേഖരിച്ചിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ അവർ ഒരു സം കൈൻഡ് ഓഫ് മെഷീനറി കൊണ്ട് അവരത് വേർതിരിച്ച് മാറ്റിയെടുക്കും. അതായത് ചെറിയ ട്യൂബുകളിലാക്കി കുറച്ച് അധികം ബ്ലഡ് അവരെടുക്കും. അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ മാത്രമായിട്ട് അവർ മാറ്റിയെടുത്ത ശേഷം ആ സെയിം സാധനം തന്നെ വീണ്ടും നമ്മുടെ എവിടെയാണോ നമുക്ക് ഹെയർ ലോസ് ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ മൈക്രോ സിറിഞ്ചുകൾ വെച്ചിട്ട് പതിയെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ആ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് PRP ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ തല അത്യാവശ്യത്തിന് മുടി ഇല്ലാത്ത രീതിയിലൊരു പറ്റയൊക്കെ വെട്ടിയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും. കാരണം നമുക്ക് സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും, എവിടെയാണ് ഹെയർ ലോസ് ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് തന്നെയല്ല, നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ആ പൊസിഷൻസ്, അതായത് ഒരു പ്രത്യേക അതായത് എല്ലാ പോയിന്റിലും അവർക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില പൊസിഷൻസിൽ മാത്രമേ, ചില ഏരിയാസ് കണക്കാക്കിയാണ് അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തലയിൽ അവർ ഡെർമറോളർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് 1 mm ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം കൊണ്ട് അവർ തന്നെ ചെയ്യും. ആദ്യം ഒന്ന് തല നല്ല രീതിയിൽ ഒട്ടയ്ക്കും. എന്ന് പറഞ്ഞാൽ ആ ഡെർമറോളറിൻ്റെ നീഡിൽസ് ഭയങ്കര ഷാർപ്പാണ്. നമ്മുടെ സ്കിന്ന് തുളഞ്ഞ് അകത്തേക്ക് കയറി ചെറിയ പോർസ് ഉണ്ട്, സുഷിരങ്ങൾ ഉണ്ടാക്കി ആദ്യം അത് അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഇവർ പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇൻ കേസ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളാണെങ്കിൽ കൂടി നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടവും നോക്കില്ല, ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഉള്ള മുടികളുടെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ കൂടും, തിക്നെസ് കൂടും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് PRP അല്ലെങ്കിൽ GFC ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഇനി GFC എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എക്സാക്ട്ലി PRP തന്നെ, പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് GFC. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ PRP ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരാളാണ്, നിങ്ങളുടെ മുടിയെക്കുറിച്ചിട്ട് മിനോക്സിഡിലൊക്കെ യൂസ് ചെയ്ത് മടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് PRP ചെയ്ത് നോക്കുക. ഏകദേശം ഒരു 1000 രൂപ റേഞ്ചിലൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം മാത്രം നിങ്ങൾ GFCയിലേക്ക്, അതായത് GFC ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ചെയ്യത്തില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം പ്രൈമറി സ്റ്റെപ്പ് എന്നോണം നമ്മൾ PRP ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്ത് നോക്കുക, ശേഷം മാത്രം GFCയിലേക്ക് പോവുക. സെക്കൻഡ് PRP ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 60 ഡേയ്സ്, ഏകദേശം ഓൾമോസ്റ്റ് 2 to 3 monthsലാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെങ്കിൽ കിട്ടുകയുള്ളൂ എന്നവർ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് അത്രയും ദിവസങ്ങൾ കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റിസൾട്ടിൻ്റെ റിവ്യൂ നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും മുടി സെറ്റ് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് തന്നെ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ, അതായത് നേരത്തെ ഉള്ളതിനേക്കാളും കിടലിനായിട്ട് എന്തായാലും മുടി സെറ്റ് ചെയ്യുക. അത് കോൺഫിഡൻ്റ് ആണ്, അത്രയും കോൺഫിഡൻസോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും ട്രാൻസ്പ്ലാന്റിലൂടെയാണ് ഇത് പോസിബിൾ ആവുക. ട്രാൻസ്പ്ലാന്റ് ചെയ്യുമെങ്കിലും ഈ GFCയും PRP ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട്, അതായത് നമ്മളെ കാണാനുള്ള ലുക്സിൽ പോലും അടിപൊളിയായിട്ടിരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് മുടി സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കമൻസിലൂടെ ചോദിക്കുന്നു. അവർക്ക് ഭയങ്കര ടെൻഷനാണ്, ഇങ്ങനെ ഈ മുടി വരുമോ ഇല്ലെന്നൊക്കെ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ നിങ്ങളൊരു കാരണം വെച്ചാലും ടെൻഷൻ അടിക്കണ്ട, സങ്കടപ്പെടണ്ട. എന്തായാലും നമ്മുടെ അടിപൊളിയായിട്ട് തന്നെ മുടി സെറ്റ് ചെയ്യുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ദിസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും, അതായത് നമ്മുടെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വന്ന് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഗ്രാഫ്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ ഗ്രാഫ്റ്റിനല്ല, ഇപ്പോൾ ഒരു പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എൻക്വയറി നടത്തിയപ്പോഴും അവർ എങ്ങനെയാണ് നമ്മളോട് സംസാരിച്ചതെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 300 രൂപ നമ്മുടെ ഹോസ്പിറ്റലിലാവും, അതായത് പ്രൈമറി ചെക്കപ്പിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ PRP കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ടോ അല്ലെങ്കിൽ PRP GFC കഴിഞ്ഞിട്ട് റിസൾട്ട് ഒന്നും വന്നില്ല എങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽസിൽ പോയി, ഈ പറയുന്ന ഹോസ്പിറ്റൽസിൽ പോയി 300 രൂപയാണ് അവരുടെ ആദ്യത്തെ കൺസൾട്ടേഷൻ്റെ ഒരു ഫീസായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അടച്ച് നമുക്ക് എത്ര ഗ്രാഫ്റ്റ് വെക്കണമെന്നും എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതും ആ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഏത് ഹോസ്പിറ്റലിലാണ് നല്ലൊരു ഷേപ്പിൽ നമ്മുടെ മുടി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് എടുത്തു വെച്ച ഗ്രാഫ്റ്റുകൾക്ക് ആ ഒരു ജീവൻ, ആ ഒരു തുടിപ്പോടെ തന്നെ നമ്മുടെ തലയിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ അതിനൊരു പെർഫെക്റ്റ് ഒരു നറിഷ്മെൻറ്റും കാര്യങ്ങളും ആ ഒരു സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. അപ്പോൾ അത് ഏത് ഹോസ്പിറ്റലിലാണ് നമ്മുടെ തലയുടെ മുടിയുടെ ഗ്രോത്തിനനുസരിച്ചിട്ട് നമ്മുടെ തലയ്ക്ക് നമ്മുടെ ഫേസിനനുസരിച്ചിട്ട് ലുക്സ് കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലയുടെ ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ബാക്കിലെയും സൈഡിലെയും മുടികൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് മുടി എടുത്തിട്ട് ചെടികൾ നടുന്നത് പോലെ നമ്മുടെ ഹെയർ ലോസ് ഉള്ള സ്ഥലത്ത് ചെടി നട്ടുപിടിപ്പിക്കുന്നത് പോലെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സർജറിയാണ് ശരിക്കും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി. അപ്പോൾ ഈ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ആ ഒരു എടുക്കുന്ന ഗ്രാഫ്റ്റുകൾക്ക്, അതായത് നമ്മുടെ ഒരു പോയിന്റിൽ ശരിക്കും 4-5 മുടികളുള്ള ഒരു കോമ്പിനേഷനെയാണ് ഒരു ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫ്റ്റ് എടുത്തിട്ട് അതിന് ജീവൻ പോകാണ്ട് തന്നെ, അതായത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച്, ഇപ്പോൾ ആദ്യം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഗ്രാഫ്റ്റ് എടുത്ത് കുറച്ച് വയ്ക്കും, എന്നിട്ട് അതെടുത്ത് പ്ലേസ് ചെയ്യും, വീണ്ടും കുറച്ച് ഗ്രാഫ്റ്റ് എടുത്ത് വയ്ക്കും, അത് വീണ്ടും പ്ലേസ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എടുത്ത് പുറത്ത് വയ്ക്കുന്ന സമയവും ആ സമയം കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ വെക്കണം, എന്നാൽ മാത്രമേ ആ മുടിക്ക് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. ശരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസും അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഏതാണ് ഏറ്റവും നല്ലതെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പ്രൈമറി ആ ഒരു 300 രൂപയുടെ ഒരു ചെക്കപ്പും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. നമ്മുടെ ഈ സൈഡും ബാക്ക് സൈഡും ലെഫ്റ്റ് സൈഡും എപ്പോഴും സേഫ് ആയിരിക്കും. നമ്മുടെ ഇവിടുന്ന് എത്ര മുടികൾ പോകുമെങ്കിലും എടുത്ത് വയ്ക്കാനുള്ള അത്രയും ഗ്രാഫ്റ്റുകൾ നമ്മുടെ ഈ ബാക്ക് സൈഡിലും റൈറ്റും ലെഫ്റ്റും സൈഡുകളിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ, അതായത് അയ്യോ ഇത്രയും മുടി എൻ്റെ തലയിൽ നിന്ന് പോയല്ലോ, വെക്കാൻ പറ്റുമോ എന്നോർത്ത് ടെൻഷനൊന്നും വേണ്ട. എത്ര മുടി പോയാലും വെക്കാൻ അത്രയും മാത്രം ഗ്രാഫ്റ്റ് നമ്മുടെ ബാക്ക് സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ തലയുടെ ഈ ഭാഗം ഫുള്ള് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു പാക്കേജായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ചിലർ ഗ്രാഫ്റ്റിൻ്റെ റേറ്റ് വെച്ച് ചെയ്യുന്നുണ്ട്, ചിലർ ഒരു ഫുൾ പാക്കേജായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഗ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ശരിക്കും ഒരു പാക്കേജായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമുക്ക് മാക്സിമം ഗ്രാഫ്റ്റുകൾ അവർ വെച്ച് തരും. അത്രയും ഒരു പെർഫെക്ഷൻ നമ്മുടെ തലയ്ക്ക് കിട്ടുകയും ചെയ്യും. ഇൻ കേസ് നിങ്ങളുടെ തലയിൽ ഫുള്ള് മുടി പോയിട്ടുണ്ടെങ്കിൽ
അവർ നമ്മുടെ തലയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സർജറി നടക്കുമ്പോഴത്തേക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും മാക്സിമം ഗ്രാഫ്റ്റ് അവർ വയ്ക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരു സെക്കൻഡറിയോ അല്ലെങ്കിൽ ഒരു ടെർഷറിയോ സ്റ്റെപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ സ്റ്റേജസ് എടുത്തിട്ടായിരിക്കും അവരിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് പൈസയുടെ ചിലവുണ്ടാവും. അപ്പം ഇതിൻ്റെ റേറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവരോടൊന്ന് ചോദിച്ചിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ ചെയ്യുമ്പോഴും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും വീഡിയോസിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതുപോലെ മെസ്സേജ് അയക്കുന്നവരും ടെൻഷൻ അടിക്കുന്നവരും വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം മുടിയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും എൻ്റെ മുടി സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല കോൺഫിഡൻസോടെ തന്നെ ഇരിക്കുക. അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മുടി പ്രശ്നമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.